നമസ്കാരം. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഡേറ്റ സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയ സാമൂഹിക മാധ്യമ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറഞ്ഞ് തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ സഞ്ജയ് കുമാർ. മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി തെറ്റായി കാണിച്ചതിനാണ് മാപ്പ് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്യത ഉറപ്പാക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയാണ് ക്ഷമാപണം. ലോക്നീതി CSDS പ്രതിനിധിയായ സഞ്ജയ് കുമാർ മഹാരാഷ്ട്രയിലെ 2 മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവുണ്ടായതായി തെറ്റായി കാണിച്ചതിനാണ് മാപ്പ് പറഞ്ഞത്. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്നായിരുന്നു ആരോപണം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും 2024 എയ്സിൻ്റെയും ഡേറ്റ താരതമ്യം ചെയ്യുമ്പോൾ പിശക് സംഭവിച്ചു. തുടർച്ചയായ ഡേറ്റ ഞങ്ങളുടെ ഡേറ്റ ടീം തെറ്റായി വായിച്ചു, അതിനുശേഷം ട്വീറ്റ് ചെയ്തു. ഒരു തരത്തിലുള്ള തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നും ലോക്നീതി CSDS സഹ ഡയറക്ടർ സഞ്ജയ് കുമാർ എക്സിൽ കുറിച്ചു. സഞ്ജയ് കുമാറിന്റെ ക്ഷമാപണത്തിന് പിന്നാലെ BJP രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നു. മഹാരാഷ്ട്രയിലെ വോട്ടർമാരെ അപകീർത്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ആശ്രയിച്ച ഡേറ്റ ഉപയോഗിച്ച അതേ സ്ഥാപനം ഇപ്പോൾ അവരുടെ കണക്കുകൾ തെറ്റാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. മഹാരാഷ്ട്രയെ മാത്രമല്ല SIRനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ധിക്കാരപൂർവ്വം ലക്ഷ്യം വെച്ചും യഥാർത്ഥ വോട്ടർമാരെ വ്യാജരായി മുദ്രകുത്തിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ഇത് എവിടെയാണ് എത്തിക്കുന്നത്? ലജ്ജാകരമെന്നായിരുന്നു BJP വക്താവ് അമിത് മാളവ്യ തുറന്നടിച്ചത്. രാഷ്ട്രീയം, ജനസംഖ്യാശാസ്ത്രം, സാമൂഹ്യ മാറ്റം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലുടനീളം ഏറ്റവും ജനപ്രീതിയുള്ള സർവേകൾ നടത്തുന്നത് ലോക്നീതി CSDS ആണ്. അവരുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിശകലനം ശ്രദ്ധേയമായിരുന്നു. എന്നാൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വന്നത് സഞ്ജയ് കുമാർ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. തന്റെ ഡേറ്റാ പരിശോധനയിലെ പിശക് സഞ്ജയ് കുമാർ തുറന്നു പറഞ്ഞതോടെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഓഗസ്റ്റ് 7-നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻതോതിൽ കൃത്രിമം നടന്നുവെന്ന ഗുരുതര ആരോപണവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തി രംഗത്തെത്തിയത്. വ്യാജവിലാസങ്ങളിൽ വൻതോതിൽ വോട്ടർമാർ, ഒരേ വിലാസത്തിൽ നിരവധി വോട്ടർമാർ, ഒരാൾക്ക് 3 സംസ്ഥാനത്ത് വരെ വോട്ട് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ആധാരമായി വോട്ടർ പട്ടികയും വിലാസങ്ങളിലെ പൊരുത്തക്കേടുകളും നിരത്തുന്ന തെളിവുകളും രാഹുൽ വാർത്താ സമ്മേളനത്തിൽ വീഡിയോ വാളിൽ പ്രദർശിപ്പിച്ചിരുന്നു. ബംഗളൂരു സെൻട്രൽ ലോക്സഭാ സീറ്റിലെ മഹാദേവ്പുര നിയമസഭാ മണ്ഡലത്തിൽ വൻതോതിൽ വോട്ട് മോഷണം നടന്നതായി രാഹുൽ ആരോപിച്ചിരുന്നു. ബംഗളൂരു സെൻട്രലിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ മഹാദേവപുര ഒഴിച്ച് 6 കോൺഗ്രസിന് 85,000 വോട്ട് ലീഡുണ്ടായിരുന്നു. എന്നാൽ മഹാദേവപുരയിലെ മാത്രം വോട്ട് കൂട്ടിയപ്പോൾ 35,000 വോട്ടിന് BJP സ്ഥാനാർത്ഥി ജയിച്ചു. ഈ ഒരേയൊരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 1,14,000 വോട്ടാണ് BJPക്ക് അധികമായി കിട്ടിയത്. ഇത് സർവത്ര തിരിമറിയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ 6.5 ലക്ഷം വോട്ടുകളിൽ 1 ലക്ഷത്തിലധികം വോട്ടുകൾ വ്യാജമാണെന്നും രാഹുൽ ആരോപിച്ചു. രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ഒത്തുകളിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഭരണവിരുദ്ധ വികാരം ഇല്ലാത്തതിന് എപ്പോഴും ഒരു കാരണം ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞ രാഹുൽ പുൽവാമയും ഓപ്പറേഷൻ സിന്ദൂറും ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്രയിൽ 5 വർഷം കൊണ്ടുണ്ടായതിനേക്കാൾ കൂടുതൽ വോട്ടർമാരെ 5 മാസം കൊണ്ട് പുതുതായി ചേർത്തതും വൈകുന്നേരം 5 മണിക്ക് ശേഷം പോളിംഗ് ശതമാനത്തിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്ന് രാഹുൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ വോട്ടർ പട്ടികയിൽ സംഭവിച്ച വോട്ടർമാരുടെ വർധനയും കുതിച്ചുചാട്ടവും സംശയകരമാണെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തിരുന്നു. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടെന്നും രാഹുൽ ആരോപിച്ചിരുന്നു. തെളിവുകളില്ലാതിരിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതായും രാഹുൽ ആരോപണം ഉന്നയിച്ചു. വോട്ടർ പട്ടികയുടെ ഇലക്ട്രോണിക് ഡേറ്റ നൽകാത്തത് കൃത്രിമം കണ്ടെത്തുമെന്നതുകൊണ്ടാണെന്നും രാഹുൽ ആരോപിച്ചിരുന്നു.